എന്താണ് ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം അമ്മ സാരിയൊക്കെ അടുക്കി വെക്കുന്നത് കണ്ടപ്പോൾ അതിലൊരു സാരി മണിക്കുട്ടി കണ്ണു വെച്ചേ. വേറൊന്നിനുമല്ല, അവളുടെ അടുത്ത ക്ലാസ് പി ടി എക്ക് പോകുമ്പോൾ എന്നോട് ആ സാരി ഉടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഇന്നാണ് ആ ദിവസം, മണിക്കുട്ടിയുടെ ക്ലാസ് പി ടി എ. അപ്പോൾ ഇന്ന് രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, അമ്മ ഇന്ന് ആ സാരി തന്നെ ഉടുത്തിട്ട് വരണേന്ന്. അങ്ങനെ അമ്മേൻ്റെ കയ്യിൽ നിന്ന് സാരിയൊക്കെ അടിച്ചു മാറ്റി ഞാനങ്ങ് ഒരുങ്ങാൻ തുടങ്ങിയപ്പോഴത്തേനും മികൂട്ടനുണ്ട് കൈയും കാലും കാണിച്ചുകൊണ്ട് എന്നെയും കൂടെ കൂട്ടുപോകുന്നു. സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ബസ് കാത്ത് നിന്നപ്പോൾ ദോ വരുന്നു നമ്മുടെ പ്രിയദർശിനി. ചാടിക്കറി പ്രിയദർശിനിയിൽ എനിക്കും കിട്ടി 0-ൽ ഒരു ടിക്കറ്റ്. അങ്ങനെ സ്കൂളിലെത്തി മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേന് ഞാനിന്ന് സ്കൂൾ ബസ്സിന് പോകുന്നില്ല, എന്നെയും കൂടെ കൂട്ടുമെന്ന് ചോദിച്ചു പൊന്നൂസ്. അമ്മയുടെ കൂടെ വരുള്ളൂ എന്നും പറഞ്ഞ് ഒറ്റക്കാലം നിന്ന പൊന്നൂസിനെ രണ്ട് കാലം നടത്തി തിരിച്ചിങ്ങോട്ട് പോരാൻ വേണ്ടി തുടങ്ങിയപ്പോൾ കമലേട്ടൻ്റെ വണ്ടി കിട്ടിയേ. പിന്നെ അതിന് കയറിയങ്ങ് പോന്നു. ഞങ്ങൾ വന്നിറങ്ങിയ സമയത്ത് തന്നെ മണിക്കുട്ടി സ്കൂൾ ബസ്സിന് വന്നിറങ്ങി. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ നടരാജൻ ഇങ്ങ് നേരെ വീട്ടിലേക്ക് നടന്നു. എന്താണ് ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം അമ്മ സാരിയൊക്കെ അടുക്കി വെക്കുന്നത് കണ്ടപ്പോൾ അതിലൊരു സാരി മണിക്കുട്ടി കണ്ണു വെച്ചേ. വേറൊന്നിനുമല്ല, അവളുടെ അടുത്ത ക്ലാസ് പി ടി എക്ക് പോകുമ്പോൾ എന്നോട് ആ സാരി ഉടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഇന്നാണ് ആ ദിവസം, മണിക്കുട്ടിയുടെ ക്ലാസ് പി ടി എ. അപ്പോൾ ഇന്ന് രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, അമ്മ ഇന്ന് ആ സാരി തന്നെ ഉടുത്തിട്ട് വരണേന്ന്. അങ്ങനെ അമ്മേൻ്റെ കയ്യിൽ നിന്ന് സാരിയൊക്കെ അടിച്ചു മാറ്റി ഞാനങ്ങ് ഒരുങ്ങാൻ തുടങ്ങിയപ്പോഴത്തേനും മികൂട്ടനുണ്ട് കൈയും കാലും കാണിച്ചുകൊണ്ട് എന്നെയും കൂടെ കൂട്ടുപോകുന്നു. സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ബസ് കാത്ത് നിന്നപ്പോൾ ദോ വരുന്നു നമ്മുടെ പ്രിയദർശിനി. ചാടിക്കറി പ്രിയദർശിനിയിൽ എനിക്കും കിട്ടി 0-ൽ ഒരു ടിക്കറ്റ്. അങ്ങനെ സ്കൂളിലെത്തി മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേന് ഞാനിന്ന് സ്കൂൾ ബസ്സിന് പോകുന്നില്ല, എന്നെയും കൂടെ കൂട്ടുമെന്ന് ചോദിച്ചു പൊന്നൂസ്. അമ്മയുടെ കൂടെ വരുള്ളൂ എന്നും പറഞ്ഞ് ഒറ്റക്കാലം നിന്ന പൊന്നൂസിനെ രണ്ട് കാലം നടത്തി തിരിച്ചിങ്ങോട്ട് പോരാൻ വേണ്ടി തുടങ്ങിയപ്പോൾ കമലേട്ടൻ്റെ വണ്ടി കിട്ടിയേ. പിന്നെ അതിന് കയറിയങ്ങ് പോന്നു. ഞങ്ങൾ വന്നിറങ്ങിയ സമയത്ത് തന്നെ മണിക്കുട്ടി സ്കൂൾ ബസ്സിന് വന്നിറങ്ങി. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ നടരാജൻ ഇങ്ങ് നേരെ വീട്ടിലേക്ക് നടന്നു.